കഴിഞ്ഞ ഒരുപാട് നാളായിട്ടുള്ള ഒരാഗ്രഹം സഫലമാക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, ഒരു വലിയ ആഗ്രഹം തന്നെയാണ്. കാര്യം ഞാനൊരു കോട്ടയംകാരിയാണെങ്കിലും ഞാൻ ഇതുവരെ വൈക്കത്ത് പോയിട്ടില്ല. വൈക്കത്ത് മഹാദേവൻ്റെ അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അഷ്ടമി ആയിട്ട് ഇന്ന് അങ്ങോട്ട് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കാലത്ത് ഞാനൊരു 5:30 ആയപ്പോൾ എണീറ്റു. വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒതുക്കി നേരെ ഒരു 7 മണി ആകുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ താമസിച്ചു. ഞങ്ങൾ വൈറ്റിലയിൽ വണ്ടി കൊടുത്തിട്ട് ബസ്സിന് പോകാം എന്നാട്ടോ തീരുമാനിച്ചത്. കാരണം എന്താ വെച്ചാൽ അവിടെ എന്തായാലും ബ്ലോക്കായിരിക്കും, വണ്ടി ഇടാനൊക്കെ പണിയായിരിക്കും. അങ്ങനെയൊക്കെ ഏട്ടൻ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ബസ്സിന് പോയേക്കാന്ന് അങ്ങ് വെച്ചു. അങ്ങനെ ഞങ്ങൾ വൈറ്റിലയിൽ പോയി കാറൊക്കെ ഏൽപ്പിച്ച് ഹബ്ബിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഏട്ടൻ എന്താ ചെരുപ്പിടാത്തതെന്ന് ആരും ചോദിക്കേണ്ട. മലയ്ക്ക് പോകാൻ മാല ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ ചെരുപ്പിടൂല. 41 ദിവസവും പോയി വന്നോടം വരെ മാല ഇടുന്ന സമയം മുതൽ ചെരുപ്പിടത്തില്ല കേട്ടോ. അപ്പോൾ അപ്പായി ചെരുപ്പിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനും ചെരുപ്പിടില്ല എന്നും പറഞ്ഞ് വലിയ വീരഗാഥയൊക്കെ മുഴുക്കി. എൻ്റെ മൂത്ത ആളും ചെരുപ്പിട്ടുണ്ടായിട്ടില്ല കേട്ടോ. സ്വാമിമാരൊക്കെ അങ്ങനെയാണ്, ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല, നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ അവൻ ചെരുപ്പിടാതെ ഇറങ്ങിയേക്കുന്നത്. ഞാൻ പറഞ്ഞു, മോനെ ചൂടായിരിക്കും, കാലു പൊള്ളും, ഇട്ടോളൂ എന്നൊന്നും പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല. ഞങ്ങൾ വൈറ്റിലെ ചെന്ന് അധികം നിൽക്കേണ്ടി ഒന്നും വന്നില്ല. വൈക്കത്തേക്കുള്ള ബസ് കിടപ്പുണ്ടായി. ചാടിത്തുള്ളി അതിൽ കയറിയിട്ടാണെങ്കിൽ കൺഫ്യൂഷൻ, എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, ഒരുമിച്ചിരിക്കാനുള്ള സീറ്റില്ല, അങ്ങനെ പല പല വിഷയങ്ങൾ. അപ്പയും മോനും കൂടെ തന്നെ ഇരിക്കണം, ഞാൻ മാറിയിരിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര വിഷയങ്ങളെ. അപ്പോൾ പിന്നെ ആദ്യം അവർ കണ്ട സീറ്റിൽ ഇരിക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, നമുക്ക് ഒന്നിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഒരു തരത്തിൽ അപ്പനെയും മോനെയും കൺവിൻസ് ചെയ്ത് ഏറ്റവും ബാക്കിലേക്ക് പോയിട്ട്, എന്നിട്ട് പിന്നെ ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരുന്നത്. അപ്പോഴല്ലേ നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുള്ളൂ, അല്ല നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. കുറേ നാൾ കൂടി ബസ്സിൽ കയറിയതിൻ്റെ സന്തോഷത്തിൽ പുള്ളി ചെറിയത് നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കുന്നുണ്ടായിട്ടോ. കുറേ നേരത്തേന് വലുതിനാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അധികം ബസ്സിൽ ട്രാവൽ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാട്ടോ രണ്ടാൾക്കും ബസ്സിൽ ട്രാവൽ ചെയ്യാൻ. എനിക്കും അതെ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി, അതാണ് സത്യം. ഞാനും ഉറങ്ങി, പിള്ളേരും ഉറങ്ങി, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിട്ടാ. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടത്. നടു റോട്ടിൽ വരെ ക്യൂ. അപ്പോൾ അവിടെ തന്നെ നിന്നപ്പോൾ അവിടെ നിന്ന് അമ്മമാർ പറഞ്ഞു, മക്കളെ പിള്ളേരെയും കൊണ്ടല്ലേ ഇത്ര ദൂരം, ഭയങ്കര വെയിലാണ്, ഒരു 1-2 കിലോമീറ്ററോളം നമുക്ക് അങ്ങോട്ട് നടക്കണം, അതുകൊണ്ട് നിങ്ങൾ നടന്ന് ഫ്രണ്ടിൽ പോയി നിന്നു, ചിലപ്പോൾ ആണെങ്കിൽ പോലീസുകാർ കയറ്റി വിടും, അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ ജോയിൻ ചെയ്താൽ മതി അന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ക്യൂവിലല്ലാതെ അങ്ങോട്ട് നടന്ന് എൻ്റെ പൊന്നേണേ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. അത്രയും നടന്നു ഭഗവാന്റെ അടുത്തെത്താനായപ്പോഴത്തേക്കും അവിടെ 2 പോലീസുകാരുണ്ട്. ഒരു രീതിക്കും കടത്തി വിടൂല, ഭയങ്കരമായിട്ട് അവർ ചീത്ത പറയാനൊക്കെ തുടങ്ങി. അങ്ങനെ കടത്തി വിടൂല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു കണക്കിനൊരു നാക്കിലങ്ങ് കയറി ഭഗവാൻ. പിന്നെ അകത്തോട്ട് കയറിയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് തൊഴുതിറങ്ങിയതിന് ശേഷമുള്ള വീഡിയോസും ഫോട്ടോസും ആണ് കേട്ടോ. എനിക്കങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പോലും നമുക്ക് പറ്റില്ല. അത്രയ്ക്ക് തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനറിയത്തില്ലാത്ത സൈസ് തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ചെല്ലുന്ന സമയത്ത്. അതുപോലെ പിന്നെ ഇത് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ള ക്യൂ അതിൽ പരമായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങുന്ന വീഡിയോ കേട്ടോ അത്. ഞങ്ങളവിടെ ഭഗവാന്റെ മുമ്പിൽ വന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ആ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോരാന്നുണ്ടെങ്കിൽ സംഭാരമായാലും കുടിവെള്ളമായാലും ഇഷ്ടം പോലെ പലയിടത്ത് പല സ്റ്റാളുകളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വൈകിട്ട് എഴുന്നള്ളിപ്പിനുള്ള ആനക്കുട്ടന്മാരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീനായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. ഒരു കുറുമ്പൂലാണ്ട് കിടന്ന് കുഞ്ഞാവനെ നമ്മൾ പാളയിലിട്ട് കുളിപ്പിക്കൂലേ, പോലെ അടങ്ങി കിടക്കുക കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോഴത്തേക്കാണ് വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടാകുന്ന സംശയം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3-4 സ്ഥലത്തായിട്ട് അന്നദാനം ഉണ്ടെങ്കിലും എവിടെയാണ് ക്യൂ